നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. വ്യവസായി ഗോകുലം ഗോപാലന് കുരുക്ക് മുറുകുന്നു. ഗോകുലം ഗ്രൂപ്പ് RBI ഫെമ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ED. വാർത്താക്കുറിപ്പിലൂടെയാണ് ED വിവരങ്ങൾ പുറത്തുവിട്ടത്. ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു. 592.54 കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ED വാർത്താക്കുറിപ്പിൽ. 370.8 കോടി രൂപ പണമായും 220.74 കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത്. വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു. ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കിടെ 1.5 കോടി രൂപ പിടിച്ചെടുത്ത് ED. നടനും എമ്പുരാൻ സിനിമയുടെ സംവിധായകനുമായ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 2022 പുറത്തിറങ്ങിയ ഗോൾഡ്, കടുവ, ജനഗണമന എന്നീ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ തേടിയാണ് നോട്ടീസ്. അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ കൈപ്പറ്റിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഏപ്രിൽ 30-നകം പൃഥ്വിരാജ് വിശദീകരണം നൽകണമെന്നാണ് EDയുടെ മുന്നറിയിപ്പ്. അതേസമയം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നടപടിയല്ല എന്ന് വിശദീകരണം. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുനമ്പം വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് ബ്രിട്ടാസ് പറയുന്ന സംസ്കാരമുള്ളവരുടെ അടുത്തു പോയാൽ മതിയെന്ന് കേന്ദ്രമന്ത്രി. മാധ്യമപ്രവർത്തകരെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്താക്കണമെന്ന് സുരേഷ് ഗോപിയുടെ ഗവൺമെന്റ് നിർദ്ദേശം നൽകിയെന്ന് ഗസ്റ്റ് ഹൌസ് ജീവനക്കാരൻ. ഗസ്റ്റ് ഹൌസ് ജീവനക്കാരുടെ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി KUWJ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ IB ഉദ്യോഗസ്ഥനായ പ്രതി സുകാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ. യുവതിയെ ഗർഭചിത്രത്തിന് വിധേയാക്കാൻ സുകാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന് പോലീസ്. വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് സുകാന്ത് ഉണ്ടാക്കിയെടുത്തത്. വ്യാജ ക്ഷണക്കത്ത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് ലഭിച്ചു എന്ന് പോലീസ്. ജൂലൈയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഗർഭചിത്രം നടന്നത്. തുടർന്ന് സുകാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നും പോലീസ്. കൊച്ചിയിൽ തൊഴിൽ ചൂഷണം. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് കൊടിയ പീഡനം. വസ്ത്രം അഴിപ്പിച്ച് കഴുത്തിൽ നായ്ക്കളുടെ ബെൽറ്റിട്ട് നടത്തിച്ചു. നിലത്ത് പഴം ചവച്ചു തുപ്പിയിട്ട ശേഷം അത് നക്കിയെടുപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. ഹിന്ദുസ്ഥാൻ പവർലിങ്സ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലാണ് വൻതോതിൽ തൊഴിൽ ചൂഷണം നടന്നത്. വിഷയം പരിശോധിക്കുന്നുവെന്ന് കമ്പനി അധികൃതർ. വീടുകളിൽ ഉൽപ്പന്നങ്ങളുമായി വിൽപ്പനയ്ക്കെത്തുന്ന യുവാക്കളാണ് ഈ സ്ഥാപനത്തിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത്. വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറം പ്രത്യേക രാജ്യവും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനവുമാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സ്വതന്ത്രമായ വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി. SNDP യോഗം നിലമ്പൂർ യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷനിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗം. കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് കണ്ടെത്തൽ. ഇതോടുകൂടി ഉപദേശക സമിതി പിരിച്ചുവിടാൻ തീരുമാനമായി. വിവാദത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിനു പുറകെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉപദേശക സമിതി പിരിച്ചുവിടുന്നത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിശദീകരണം തേടി 2 ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മെമ്മോയും നൽകിയിട്ടുണ്ട്. ഗാസയുടെ 2/3 ഭാഗവും പിടിച്ചെടുത്തു എന്ന് ഇസ്രയേൽ. വലിയ പ്രദേശങ്ങളെ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കുകയും നിർബന്ധിത ഒഴിപ്പിക്കലിന് ഉത്തരവിടുകയും ചെയ്തതോടെ പലസ്തീനികൾക്ക് ഗാസയിൽ 2/3 ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. UN ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് ഗാസയുടെ 2/3 ഭാഗവും ഇസ്രയേൽ നിയന്ത്രണത്തിലെന്ന് വ്യക്തമാക്കുന്നത്. ആദിവാസി യുവാവ് ഗോകുലിനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സ്റ്റേഷനിൽ GD ചാർജിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ ദീപയെയും പാറാവ് നിന്ന ശ്രീജിത്തിനെയും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ റേഞ്ച് DIG ആണ് 2 പോലീസുകാർക്കെതിരെയും നടപടി കൈക്കൊണ്ടത്. സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്ത് വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മതാരി റിപ്പോർട്ട് നൽകിയിരുന്നു. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ ഡൽഹിയെയും പഞ്ചാബ് രാജസ്ഥാനെയും നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് ചെന്നൈയും ഡൽഹിയും തമ്മിലുള്ള പോരാട്ടം നടക്കുക. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ MS ധോണി നയിക്കില്ല. പരിക്കുമാറിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് ഇന്നത്തെ മത്സരം കളിക്കും.